BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ സംസ്ഥാനത്തെ BLOമാർ പ്രതിഷേധിക്കുകയാണ്. NG അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. NG അസോസിയേഷന്റെ നേതൃത്വത്തിൽ BLOമാർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കോഴിക്കോട് കലക്ടറേറ്റിലേക്കാണ് ഇപ്പോൾ അവർ പ്രതിഷേധ പ്രകടനവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ജോലിഭാരം സഹിക്കാൻ കഴിയാത്തതിലപ്പുറമാണ് മനുഷ്യത്വ വിരുദ്ധമായാണ് തങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എന്ന തരത്തിലുള്ളതാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BLOമാർ ഏത് സാഹചര്യത്തിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൽ ഇന്നലെ നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് വന്നത്. അവിടെ അനീഷ് ജോർജ് എന്ന ഒരു BLO ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. ജീവൻ ഒടുക്കിയത് അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിന് വിധേയമായിരുന്നു. ഇവർ നടത്തുന്ന ഗൂഗിൾ മീറ്റുകളിലൊക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നു, നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ഇത്ര വീടുകളിൽ നിന്ന് ഫോം കൊടുക്കുകയും അതിൻ്റെ കളക്ട് ചെയ്തിട്ട് അത് എത്തിക്കുകയും ചെയ്യണമെന്ന് ഓരോ മീറ്റിങ്ങിലും ഇവർ വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഇപ്പോൾ ജീവനോടുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ, ആളുകളുടെ പേരെടുത്തുകൊണ്ട് തന്നെ ആ മീറ്റിങ്ങിൽ വളരെയധികം ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് അതിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ PM അസ്ലമിന് PWDയിലെ ഒരു ആൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. അതെ, ഇത്തരത്തിൽ നിരവധി ജീവനക്കാർക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത്തരത്തിൽ ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് തന്നെ വളരെ കൃത്യമായി തന്നെ ഇവരെ വളരെ കൃത്യമായി ഇത്ര ദിവസത്തിനുള്ളിൽ 23 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റാണ് ശുദ്ധീകരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിക്കൊണ്ട് BLOമാർ ഓരോ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ലിസ്റ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഇന്നലെ എത്തി. അപ്പോൾ ഇത്രയും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട, ഈ സമയം എടുത്ത് ചെയ്യേണ്ട ഈ ലിസ്റ്റ് ഇത് വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലൊരു സമീപനവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് വളരെയധികം എത്രത്തോളം ജീവനക്കാരെ ബാധിക്കുമെന്ന്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എല്ലാവരും ഉള്ളത് എന്നാണ് BLOമാർ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതിഷേധം തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി ഒരിക്കലും ഈ രൂപത്തിൽ അടിമപ്പണി ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമ്മളോട് സംസാരിച്ച പല ആളുകളും പറയുന്നുണ്ട്. തങ്ങൾ ഉദ്യോഗസ്ഥരാണ്, മാന്യമായി ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷേ കുടുംബമില്ലാതെ രാത്രികാലങ്ങളിൽ വീട്ടിലെത്താൻ കഴിയാതെ ഇങ്ങനെ അമിത ജോലിഭാരവും അതിനൊപ്പം തന്നെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ നോട്ടീസ് ലഭിക്കലും ഒക്കെ, കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കലും ഒക്കെ ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള ജോലി സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഉണ്ടാകാവുന്ന മാർച്ച് NG അസോസിയേഷന്റെ മാർച്ചാണ് നടന്നത്. BLOമാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള മാർച്ചായിരുന്നു നടന്നത്. അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.